ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പുണ്യനാളിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു 1 ഡേ കംപ്ലീറ്റ് ഡയറ്റ് പ്ലാനാണ്. ഈ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ്. ഒട്ടും സമയം കളയുന്നില്ല. ഞാൻ ബിനി. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നോയമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഗ്ലാസ് ചിയ സീഡ്സ് വെള്ളം കുടിച്ചിട്ടാണ്. 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് ലൂപ്പ് വാം വാട്ടറിൽ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനും നോയമ്പ് സമയത്ത് ദാഹം കുറയ്ക്കാനും സഹായിക്കുന്ന നല്ലൊരു ഡ്രിങ്ക് കൂടിയാണ്. കുടിച്ചതിന് ശേഷം അറൗണ്ട് 15 മിനിറ്റിന് ശേഷമാണ് ഞാൻ ആഹാരത്തിലേക്ക് കടക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് തയ്യാറാക്കിയ ഓട്സ് ഓംലെറ്റ് ആണ്. ഒരു ബൗളിലേക്ക് 3 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇൻസ്റ്റൻറ്റ് ഓട്സിന് പകരം റോൾഡ് ഓട്സ് ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ലോ ഫാറ്റ് മിൽക്ക് കൂടെ ഒഴിച്ച് 10 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒന്നെങ്കിൽ സോക്ക് ചെയ്തോ അല്ലെങ്കിൽ ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടോ ഓട്സ് കഴിക്കാവുന്നതാണ്. തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അല്പം ഫ്ലേവറിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജീസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഒനിയൻ, ക്യാരറ്റ്, ബ്രൊക്കോളി, ബീൻസ്, ക്യാപ്സിക്കം എല്ലാമാണ്. എല്ലാത്തിൻ്റെയും ഹാഫ് പോർഷൻ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി വെജിറ്റബിൾസിൽ ധാരാളം ഫൈബർ കണ്ടന്റ് ഉള്ളതിനാൽ ഡൈജഷൻ നല്ലതാക്കാനും കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാനും വെയിറ്റ് കൺട്രോളിനും നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്. ഇതിലേക്കൊരു പകുതി തക്കാളി കുരു കളഞ്ഞ് എടുത്തിട്ടുണ്ട്. എരിവിനാവശ്യമായ കുറച്ച് പച്ചമുളക് അരിഞ്ഞതും അല്പം ഫ്ലേവറിന് വേണ്ടി കുറച്ച് മല്ലിയില അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ സോക്ക് ചെയ്തു വെച്ച ഓട്സ് മിക്സ് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂടായി വന്ന പാനിലേക്ക് ഇനി അല്പം ഒലിവ് ഓയിലോ കോക്കനട്ട് ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. രണ്ടും വെയിറ്റ് ലോസിന് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്. ഇനി തയ്യാറാക്കിയ ഓട്സ്, വെജിറ്റബിൾ, എഗ് മിക്സ് കൂടെ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് കുക്കായി പോകണ്ട, ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും. ഒരു വശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി മറുവശം കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഓംലെറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇഫ്താറിന് നോയമ്പ് ബ്രേക്ക് ചെയ്യാനായിട്ട് ഒരു ഡേറ്റ്സും കുറച്ച് പോർഷൻ വാട്ടർമെലനും കുറച്ച് പൊമോഗ്രാനറ്റുമാണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും ലൈറ്റായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നത് വളരെയധികം നല്ലതുമാണ്. അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ കൂടെ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ എനർജി ഡ്രിങ്ക് ആണ്. വേറൊന്നുമല്ല, ഹണി ഡ്യൂ സാഗോ ഡ്രിങ്ക്. ഇനി ഹണി ഡ്യൂ മെലൻ കിട്ടാത്തവർക്കായിട്ട് നിങ്ങൾക്ക് വാട്ടർമെലൻ വെച്ചിട്ടും ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ സാധാ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് സാഗോ കുറച്ചേറെ വെള്ളത്തിൽ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 2 പേർക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് സാഗോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഫ്രൂട്ടിൻ്റെ സീഡ്സ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. സീഡ്സ് ഒക്കെ കളഞ്ഞ് നന്നായി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് സ്കൂപ്പ് കടിക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ ആവശ്യമായ മെലൻ ഫ്രൂട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത ഫ്രൂട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം മധുരത്തിന് ആവശ്യമായ കുറച്ച് നാച്ചുറൽ ഹണി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇതിലേക്ക് ബ്ലെൻഡ് ചെയ്യാൻ ആവശ്യമായ 1/2 കപ്പ് കോക്കനട്ട് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തണുപ്പ് വേണ്ടവർക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ഒരു സമയം നേരത്തെ ബോയിൽ ചെയ്തെടുത്ത സാഗോ ഇതേപോലൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്ത ഫ്രൂട്ട് മിക്സ് ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ബോയിൽ ചെയ്തെടുത്ത നമ്മുടെ സാഗോ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ മെലൻ കൂടെ ഇതേപോലൊന്ന് സെറ്റാക്കി കൊടുക്കാം. കുറച്ചുകൂടി തണുപ്പ് വേണ്ടവർക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയും റിഫ്രഷിങ്ങുമായിട്ടുള്ള നമ്മുടെ എനർജി ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. പ്രത്യേകിച്ചും നോയമ്പ് സമയത്ത് ബോഡി ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കാനും നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഡിന്നറിലോട്ട് വരാം. ഡിന്നർ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് തയ്യാറാക്കിയ ചിക്കൻ സാലഡാണ്. ചിക്കൻ കഴിക്കാത്തവർക്ക് ഫിഷ് എടുക്കാം, സോയ എടുക്കാം, വെള്ളക്കടലയും എടുക്കാവുന്നതാണ്. അതിനായിട്ട് 200 grams ഓഫ് ബോൺലെസ് ചിക്കൻ, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സ്പൈസസ് കൂടെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ള അളവ് 1 ടീസ്പൂൺ ക്യൂമിൻ സീഡ്സ് പൗഡറും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും എരിവിന് ആവശ്യമായ കുറച്ച് കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റുമാണ്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് സമയമുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി അല്പം ഒലിവ് ഓയിലോ കോക്കനട്ട് ഓയിലോ സ്പ്രേ ചെയ്ത് ചിക്കൻ ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് കൂടുതൽ നല്ലത് ചിക്കൻ ബ്രസ്റ്റ് എടുക്കുന്നതാണ്. കാരണം അതിൽ കാലറി വളരെ കുറവാണ്. ഏകദേശം 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം പാനിൽ തന്നെ കുറച്ച് ഒലിവ് ഓയിലൂടെ ചേർത്തിട്ട് ഏറെ വെജിറ്റബിൾ ചേർത്ത് വേവിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഒനിയൻ, ക്യാപ്സിക്കം, ക്യാരറ്റ്, ബ്രോക്കോലി, ബീൻസ്. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ടേസ്റ്റിനനുസരിച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ധാരാളം ഹൈ ഫൈബർ വെജീസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജഷൻ സ്ട്രോങ് ആക്കാനും വയറ് ഫില്ലായിട്ടിരിക്കാനും സഹായിക്കുന്ന നല്ലൊരു ഡയറ്റ് ഫുഡ് കൂടിയാണ്. ഇനി അല്പം ഫ്ലേവറിന് വേണ്ടി കുറച്ച് പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചിക്കനിലുള്ള പ്രോട്ടീനും വെജിറ്റബിൾസിലുള്ള ഫൈബർ കൂടി ആകുമ്പോൾ ലോങ് ടൈം എനർജി കൂടി തരുന്ന നല്ലൊരു ഹൈ പ്രോട്ടീൻ മെയിൻ ഇഫ്താർ മീല് കൂടിയാണ്. ഇതിൻ്റെ കൂടെ താല്പര്യമുള്ളവർക്ക് ഗ്രീൻ ടീയും എടുക്കാവുന്നതാണ്. ഗ്രീൻ ടീ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാനും ഡൈജഷൻ നല്ലതാക്കാനും വെയിറ്റ് കൺട്രോളിനും നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്. റംദാൻ പുണ്യനാളിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ലോ കാർബ് 1 ഡേ ഡയറ്റ് പ്ലാൻ ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. മെയിൻലി ഇതെല്ലാം എനർജി മെയിൻറ്റെയിൻ ചെയ്യാനും ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനും ബോഡിക്ക് ലൈറ്റായിട്ട് ഫീൽ ചെയ്യാനും നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്.
പുണ്യനോയമ്പ് നോക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയത്തിൽ നിന്നുള്ള റമദാൻ വിഷസ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.